വലിയ പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ. ടാറ്റയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. അത് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. സംസ്ഥാനത്ത് 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരുന്നു ഇതിനടിസ്ഥാനം. എന്നാൽ കപ്പൽ നിർമ്മാണശാലയ്ക്കായി നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലെന്നല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരമൊരു പദ്ധതി ആലോചിച്ചിട്ടില്ല എന്നതാണ് ടാറ്റയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിനെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതോടെ വി.ഡി. സതീശൻ എന്തുറപ്പിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞത് എന്നതിൽ വലിയ വിവാദം നടക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഇതിൽ വ്യക്തത വരുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, കപ്പൽ നിർമ്മാണ മേഖലയിൽ കേരളത്തിൽ വൻ നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച് ടാറ്റ ഗ്രൂപ്പ് വരുന്നു എന്നതായിരുന്നു വാർത്ത. സംസ്ഥാനത്ത് 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു. ടാറ്റയുടെ അപേക്ഷ വിശദമായി പരിശോധിച്ച് ഭൂമി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ 1 മാസത്തിനകം തീരുമാനം എടുക്കും എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ച് മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞു. Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. Many other companies, the vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal? Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. 1 മാസത്തിനകം ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തിലാണ് ടാറ്റയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. കേരളത്തെ കടൽ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര എന്ന പദ്ധതി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഴിഞ്ഞത്ത് മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി കപ്പൽശാല സ്ഥാപിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികളിലേക്കായി ആവേശപൂർവ്വം കാതോർക്കുകയായിരുന്നു കേരളത്തിലെ നിക്ഷേപകർ. ഈ പശ്ചാത്തലത്തിലാണ് ടാറ്റയുടെ രംഗപ്രവേശം സംബന്ധിച്ച വാർത്ത വന്നത്. അത് വലിയ പ്രതീക്ഷയോടെ എല്ലാവരും ഏറ്റെടുത്തത്. വാർത്ത പരന്നതിന് പിന്നാലെ വിശദീകരണവുമായി ടാറ്റ ഗ്രൂപ്പ് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച കപ്പൽ നിർമ്മാണ പദ്ധതിയെപ്പറ്റി അറിയില്ല എന്നതാണ് ടാറ്റ ഗ്രൂപ്പ് പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ട് അമ്പരന്നുവെന്നും 10,000 കോടിയുടെ നിക്ഷേപത്തിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നും ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു. ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് ആണ് വാർത്ത പുറത്തുവിട്ടത്. കേരളത്തിലെന്നല്ല, ഒരിടത്തും കപ്പൽ നിർമ്മാണശാലയ്ക്കായി നിലവിൽ നിക്ഷേപം നടത്തുന്നില്ല എന്നതാണ് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ആ അവകാശവാദം എങ്ങനെ വന്നു? കേരളത്തെ കടൽ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നല്ലോ ഈ പ്രഖ്യാപനം. വിഴിഞ്ഞത്തിന് കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ ഗ്രൂപ്പിന്റെ 10,000 കോടിയുടെ നിക്ഷേപ താൽപര്യം എന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായതെങ്ങനെയാണ്? പ്രാഥമിക ചർച്ചകൾ പോലും ഇല്ലാത്ത ഒരു വിഷയത്തിലാണോ മുഖ്യമന്ത്രി ഈ അവകാശവാദം പരസ്യമായി ഉന്നയിച്ചത്? അപേക്ഷ വിശദമായി പരിശോധിച്ച ശേഷം സർക്കാർ തീരുമാനമെടുക്കും എന്നുവരെ ആ അഭിമുഖത്തിൽ വി.ഡി. സതീശൻ പറയുന്നുണ്ട്. തുടർന്ന് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ സ്ഥലം അനുവദിക്കും എന്നതും സർക്കാർ ഏറ്റെടുത്ത് നൽകും എന്നതും പറയുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാർ അനുകൂലമായാണ് കാണുന്നത്. 1 മാസത്തിനകം ഇതിന് അംഗീകാരം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് വെറുതെ പറയാൻ പറ്റുമോ? ടാറ്റ ഗ്രൂപ്പ് തന്നെ ഈ അവകാശവാദം നിഷേധിച്ച് രംഗത്ത് വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നിശിതമായ വിമർശനവും പരിഹാസവുമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഉയരുന്നത്. എന്നാൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ എന്തായാലും വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ടാറ്റ നിക്ഷേപത്തിൽ പഠിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇതിനോടുള്ള പ്രതികരണം. മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ പ്രതികരിച്ചത്. ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമന്റിലേക്ക് പോകുന്നില്ല. ഏതാണ് വസ്തുത എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഏതായാലും ടാറ്റ അറിഞ്ഞുകൊണ്ടൊരു കാര്യം വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വന്നതായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം പറയാം.
ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രതികരണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു. അത് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നത് വി.ഡി. സതീശൻ സഭയിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. അതിൽ പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങൾ അത് വലിയ വിവാദമായി തുടരുമ്പോൾ തന്നെയാണ് ഇല്ലാത്ത ഒരു നിക്ഷേപത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നതും അത് നിഷേധിച്ചുകൊണ്ട് ടാറ്റ ഗ്രൂപ്പ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം അഭിമുഖത്തിൽ പറയാൻ കഴിയുന്നത് എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനെതിരെ ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ ഇടതുപക്ഷം നടത്തിയത് നുണ പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഫേസ്ബുക്ക് പേജ്, നുണേശൻ എന്ന പേജൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. വലിയ വിമർശനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വ്യക്തിഹത്യയാണ് നടത്തുന്നത് എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചയായതാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ഉയരുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് അതിന് പ്രേരിപ്പിച്ച ഘടകം എന്നത് വിശദീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വ്യക്തത വരുത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടാറ്റ നിർമ്മാണശാല വിവാദത്തിൽ പ്രതികരണവുമായി സർക്കാർ തന്നെ രംഗത്ത് വരുന്നു എന്നൊരു വാർത്തയുണ്ട്. മിഷൻ സമുദ്രയുടെ ഭാഗമായി വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടി രൂപ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ല. ഇതിന്റെ ഭാഗമായാണ് മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ആഡ്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സൗകര്യമൊരുക്കിയത്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിക്ഷേപം എന്ന് പറയുന്നത് 10,000 കോടി രൂപ, അത് ആകെ ലക്ഷ്യമിടുന്ന നിക്ഷേപമാണ് എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിശദീകരണത്തിൽ പറയുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ബൈറ്റ് കേട്ടതാണ്. മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറയുന്നത് ഒരിക്കൽ കൂടി കേൾക്കാം. Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group for investing for 10,000 crores investment for shipbuilding. Many other companies are coming. Many other companies, the vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal? Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് 10,000 crore പ്രപ്പോസൽ ആണ് എന്നതാണ്. ടാറ്റ ഗ്രൂപ്പാണ് അത് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തീരില്ല. മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിൽ ടാറ്റയുടെ പേര് പറഞ്ഞു, ഇത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ സന്നദ്ധത അറിയിച്ചു പറഞ്ഞു എന്നത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.